ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ വിഷയമാണ് കേട്ടോ. ഫിയർ. എന്താണ് ഗായ്സ് ഫിയർ? അതായത് പേടി. പേടി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്ക് അതൊരു കളിയാക്കൽ കൂടിയാണ് കേട്ടോ. കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ പറയാം, എനിക്ക് അത്യാവശ്യം നല്ല പേടിയും കാര്യങ്ങളും ഉള്ള ഒരു ആളായിരുന്നു കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ അൺസൈക്കബിൾ എന്നൊക്കെ പറയില്ലേ, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ എക്സ്ട്രീം ലെവൽ ഓഫ് പേടിയായിരുന്നു. കാരണം പകൽ പോലും എനിക്ക് നിൽക്കാൻ പേടിയായിരുന്നു കേട്ടോ. ആ സ്റ്റേജ് വരെ എനിക്കുണ്ടായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ കഴിയുള്ളൂ ഗൈസ്. എനിക്ക് പകൽ നിൽക്കാൻ പോലും പേടിയാണ് കേട്ടോ. അതിൻ്റെ 10 മടങ്ങായിരുന്നു എൻ്റെ ആഫ്റ്റർ മാരേജ്. അവിടെ എത്തിയപ്പോഴും എനിക്ക് പകൽ നിൽക്കാൻ പോലും പേടിയായിരുന്നു ഗൈസ്. ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇത്രയും വലിയ പെണ്ണായിട്ടും നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഗൈസ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നിട്ടൊരു കാര്യമില്ലയെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ഫിയറൊക്കെ മാറ്റാൻ തീരുമാനിച്ചു ഗൈസ്. എനിക്കൊരു തിരിച്ചറിവുണ്ടായത് എനിക്ക് മക്കളുണ്ടായപ്പോഴാണ് കേട്ടോ. കാരണം എൻ്റെ ലൈഫ് പോലെ ആവരുത് എൻ്റെ മക്കൾ. കാരണം അവർക്ക് അത്യാവശ്യം നല്ല ധൈര്യമൊക്കെ ആയിട്ട് വളരണം എന്നാണ് കേട്ടോ. കാരണം വേറൊന്നുമില്ല, ആ ലെവല് പോയതുകൊണ്ട് ഞാൻ പറയാം ഗൈസ്. ഞാനൊക്കെ അത്രയ്ക്ക് പേടിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്കൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു എൻ്റെ പേടി. എൻ്റെ പോലെ ആവരുത് എൻ്റെ മക്കൾ എന്ന തോട്ട് എനിക്കുണ്ടായിട്ടോ. അപ്പം ഞാൻ പതിയെ ഞാൻ എൻ്റെ ആ സ്റ്റേജ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഗായ്സ്, എൻ്റെ പകുതി പേടിയും പോയി. ഒന്നായിട്ട് ഫുള്ളായിട്ട് എനിക്ക് പേടി പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ കുറച്ചൊക്കെ ധൈര്യം വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പേടിച്ചിട്ട് ആർക്കാണ് ഗൈസ്? നമ്മളുടെ കൂടെ ഒന്നും കൊള്ളില്ല. നീ പേടിക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മൾ ഇതാക്കാൻ കൊടുക്കരുത് ഗൈസ്. കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. പേടിച്ചിരുന്ന് നമ്മളെ കോൺഫിഡൻസൊക്കെ കളഞ്ഞ് കുടിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ തന്നെ. അപ്പോൾ ഗൈസ്, ഫിയർ അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. പല ടൈപ്പിലുള്ള പേടികളുണ്ട്. ഇരുട്ട് പേടിയുള്ളവരുണ്ട്, പ്രേതത്തിന് പേടിയുള്ളവരുണ്ട്, പാരൻസിന് പേടിയുള്ളവരുണ്ട്, പുറത്തിറങ്ങാൻ പേടിയുള്ളവരുണ്ട്, കോൺഫിഡൻസ് ആയിട്ട് ഒരു വേദിയിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ പേടിയുള്ളവരുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഈ പേടി കാരണം ഞാൻ ഒരുപാട് അപഹർഷിതാബോധത്തോടു കൂടി ജീവിച്ചിരുന്നു കേട്ടോ ഗൈസ്. മറ്റുള്ളവർക്ക് എപ്പോഴും ഞാൻ കളിയാക്കുന്നൊരു വസ്തുവായിരുന്നു കേട്ടോ. അതിലൊന്നും ഈ പേടിയായിരുന്നു. എൻ്റെ ഫാമിലിയിലായാലും ശരി, ഏട്ടൻ്റെ ഫാമിലിയിലായാലും ശരി, കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് ഗൈസ്. നീ ഇങ്ങനെയാണ്, എൻ്റെ പേടി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ തളർന്നു കൊടുക്കത്തില്ല ഗൈസ്. നമ്മുടെ ലൈഫ് നമ്മുടെ കൈകളിലാണ്. നമ്മുടെ ലൈഫ് എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും അത് മാറും ഗൈസ്. നമ്മുടെ കോൺഫിഡൻസാണ് നമ്മുടെ ധൈര്യം. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെ മുന്നിലും താകില്ല. നമുക്കൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ ആരെ മുന്നിലും തരം താഴ്ത്താൻ കൊടുക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നമുക്ക് പരിഹരിക്കാവുന്ന ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് വളരെ വേഗത്തിലൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ചിന്തിക്കുക ഗൈസ്. കാരണം എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇത്രയും കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കുറയാം. ഓക്കെ, ബൈ.